ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഡേ ബിഫോർ നമ്മുടെ കെമിസ്ട്രി എക്സാമാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ ഒരു എക്സാമിൻ്റെ സ്റ്റഡി വ്ളോഗ് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിന്ന് വന്നിട്ടുള്ള നമ്മുടെ കെമിസ്ട്രി എക്സാമുമായിട്ടാണ്. അപ്പോൾ ഫിസിക്സ് എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെ മാത്സിൻ്റെ എക്സാം കഴിഞ്ഞിട്ടായിരുന്നു കെമിസ്ട്രിയുടെ എക്സാം വരുന്നുണ്ടായിരുന്നത്. അപ്പം മാത്സിൻ്റെ എക്സാം ഞാൻ പ്രത്യേകിച്ച് സ്റ്റഡി വ്ളോഗ് പോലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഞാൻ സൺഡേ ഫുള്ള് ബിസി ആയത് കാരണം രാത്രിയിലൊക്കെ കുറച്ച് നേരം കൊണ്ടൊക്കെ ഇരുന്ന് പഠിച്ചെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയായിരുന്നു എക്സാം എഴുതിയത്. ആ എക്സാം ആണെങ്കിലോ വൻ ഫ്ലോപ്പായിട്ടുള്ളൊരു എക്സാമുമായിരുന്നു. അതുകൊണ്ട് തന്നെയും ഞാനാണെങ്കിൽ അതിൻ്റെ സ്റ്റഡി വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് മെയിൻ റീസൺ. പക്ഷേ എക്സാമിൽ നിന്ന് പണി കിട്ടുമെന്നുള്ളത് അവിടെ ഉണ്ടായിരുന്നൊരു ട്വിസ്റ്റായിരുന്നു. അതെന്തോ ആവട്ടെ, അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കെമിസ്ട്രി എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി വ്ളോഗ് പോലെ ഞാനത് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് വേറൊരു പണിയും കിട്ടി. അപ്പം നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സാമിനുണ്ടായിരുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ഹാഫും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സെക്കൻഡ് ചാപ്റ്റർ ഏകദേശം ഒരു 3/4 പോർഷൻസോളം നമുക്ക് എക്സാമിന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ അതിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ആ കുറേ മോളാർ മാസ് കണ്ടുപിടിക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ഏകദേശം ഡെറിവേഷൻ പോലെ വരുന്ന സംഭവങ്ങളെല്ലാം ചെയ്ത് പഠിച്ച് അതിനുശേഷം പിന്നെ സെക്കൻഡ് ചാപ്റ്ററിലോട്ടൊക്കെ പോകാം എന്നുള്ളൊരു മട്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കുറേ അധികം സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം ആദ്യമേ തന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മാത്രമാണ് നമ്മൾ ചെയ്തു നോക്കുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഓർഡറിൽ തന്നെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ കുറേ സംഭവങ്ങളൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പോർഷൻസ് ഉണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ. അതൊന്നും ഞാൻ തൊട്ടിട്ട് പോലും ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഇന്നാണ് കെമിസ്ട്രി കുറേ നാളുകൾക്ക് ശേഷം നന്നായിട്ടൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തുവാണെന്നുണ്ടെങ്കിലും ഒരു ഇതൊക്കെ കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചില സമയത്ത് ഈ വീഡിയോയുടെ പോർഷൻസ് കാണുമ്പോൾ വീഡിയോ വെറുതെ ഇരിക്കുന്ന പോലെ തോന്നും. ആക്ച്വലി ഇത് വെറുതെ ഇരിക്കുന്നതല്ല, ഞാൻ പോയി എഴുന്നേറ്റ് നടന്ന് പഠിക്കുന്നതൊക്കെയാണ്. അല്ലെങ്കിൽ ഞാനവിടെ ചുമ്മാ ഇരുന്ന് പഠിക്കുന്നതാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നൊക്കെ പഠിക്കുന്നതാണ്. എന്താണെങ്കിലും പഠിച്ചാൽ മതിയല്ലോ. നമ്മൾ പറഞ്ഞു വന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയുടെ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പഠിച്ചു തുടങ്ങിയ ഒരു സമയവും ഏകദേശം കാൽക്കുലേഷൻസൊക്കെ വെച്ചിട്ട് രാത്രിയിലൊരു ഏകദേശം ഒരു 2 മണി വരെയൊക്കെ ആയിരുന്നു പഠിക്കുമ്പോഴത്തേക്കും ഏകദേശം എനിക്ക് ആ ഒരു പോർഷൻസ് മൊത്തവും തീരും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് നല്ലോണം ഉണ്ട്. 2 മണിക്കുള്ളിൽ എല്ലാം തീരും എന്നൊക്കെ ഭയങ്കര പ്രതീക്ഷയിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിന് കുറച്ച് പോർഷൻസ് കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ അത്യാവശ്യം നമുക്ക് ഏകദേശം എല്ലാ പോർഷൻസും തന്നെ നമ്മൾ കവർ ചെയ്ത് പോകും. അങ്ങനെ ഞാൻ കെമിസ്ട്രി പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു കറക്റ്റ് ഓർഡറിനാണ് പോകുന്നത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച് ഞാനങ്ങനെ പഠിക്കാറില്ല. അതുകൊണ്ട് തന്നെയും നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് വെച്ച് കളയുന്ന പല സാധനങ്ങളും നമ്മുടെ എക്സാമിന് ചോദിക്കുകയും ചെയ്യും. അത് നമുക്ക് എഴുതാനും പറ്റും. അതാണ് ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നുള്ളത്. നമ്മളിപ്പോൾ എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രം എല്ലാ ചാപ്റ്ററിൽ നോക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു എക്സാമിന് ഒന്നും എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്നത് ഒരു ചാപ്റ്ററെങ്കിൽ ഒരു ചാപ്റ്റർ ആയിക്കോട്ടെ, നമ്മളത് വൃത്തിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. അതാണ് നമ്മൾ അങ്ങനെ ഒരു ചാപ്റ്റർ വൃത്തിക്ക് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നുള്ളത്. അതെനിക്ക് പലപ്പോഴും പല സബ്ജക്റ്റിലും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ചാപ്റ്റർ വൃത്തിക്ക് പഠിക്കുന്നതും എല്ലാ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പഠിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും അത് ശ്രദ്ധിക്കുക. പിന്നെ മോസ്റ്റ്ലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ ചാപ്റ്ററിൻ്റെ ബാലൻസ് പഠിച്ച് തീർക്കാൻ നിൽക്കരുത്. ഇപ്പോൾ തന്നെ ഇതിൽ ഞാൻ പഠിക്കുമ്പോഴേ ഇതിനകത്ത് എനിക്ക് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അത് ഞാൻ പക്ഷേ സ്കൂളിൽ ചെന്നിട്ടിരുന്നൊക്കെയാണ് നോക്കിയത്. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റിപ്പോയ അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം പഠിച്ചു വന്നു. 12 മണി ഒരു 12:15 ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വയറുവേദനയായിപ്പോയി. അങ്ങനെ ഞാൻ കയറി കിടന്നു. രാവിലെ എഴുന്നേറ്റിട്ട് വലുതായിട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ സ്കൂളിൽ ചെന്നിട്ട് ഉച്ച സമയത്തായിരുന്നു എക്സാം വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സ്കൂളിൽ ചെന്നിരുന്ന് ആ ഫസ്റ്റ് കിട്ടിയിരുന്ന പീരീഡിൻ്റെ ഇടയ്ക്കും ഇൻ്റർവെല്ല് ബ്രേക്കിനും ഒക്കെ ആയിട്ടിരുന്ന് പഠിച്ചു. എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്ന് എക്സാം എഴുതിയതാണ്. അങ്ങനെ 12 മണി കഴിയുമ്പോൾ പെട്ടെന്ന് വയ്യാതാകുമെന്നോ പെട്ടെന്ന് കയറി കിടന്ന് ഉറങ്ങേണ്ടി വരുമെന്നോ ഒന്നും പ്രതീക്ഷയല്ല ഞാൻ പറഞ്ഞ പോലെ പഠിക്കാതിരുന്നത്. പക്ഷേ ഓരോ സിറ്റുവേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ കിടന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് രാവിലെ ഒന്നും എഴുന്നേൽക്കാനും പറ്റിയില്ല, അവിടെ പഠിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മളിപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് എക്സാമൊക്കെ ഭയങ്കര അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി. പിന്നെ നമുക്ക് നോർമൽ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കെമിസ്ട്രി എക്സാമിൻ്റെ ഒരു വിവരങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാട് എക്സാം വ്ളോഗ്സും സ്റ്റഡി വ്ളോഗ്സും എക്സാം റിവ്യൂസും
റെക്കോർഡിൻ്റെ വീഡിയോസും എല്ലാം ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഓക്കെ ബൈ.